ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ സ്ഥാപനം അടുത്ത വർഷമാകുമ്പോൾ 25 വർഷം തികയുകയാണ്. 25 വർഷം ഈ സമൂഹത്തിൽ ഈ ക്ലാസ്സുമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. 25ാം വാർഷികം ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ അടുത്ത വർഷം മാർച്ചോടുകൂടിയായിരിക്കും അതിൻ്റെ ആഘോഷം നടക്കാൻ സാധ്യതയുള്ളത്. ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. മറ്റൊന്ന്, വയനാട് ഉണ്ടായ സംഭവങ്ങളോടനുബന്ധിച്ച്, നാശനഷ്ടങ്ങളോടനുബന്ധിച്ച് ഒരു ഫണ്ട് കളക്ഷൻ നമ്മുടെ സ്ഥാപനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ 2018 1 ലക്ഷം രൂപയാണ് നമ്മൾ സംഭാവന ചെയ്തത്. ഇത്തവണയും അങ്ങനെ ഒരു സംരംഭത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥാപനത്തിൽ ആ സംഭാവന തുക ഏൽപ്പിക്കാം. ഈ മാസം 31-ാം തീയതിയാണ് ആ കളക്ഷൻ എടുക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഭാഗഭാക്കാകാം. ഇതിന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളാരും നമ്മുടെ ശത്രുക്കളായി മാറരുത്. ജീവിതത്തിലുടനീളം ഒരാളെയും ഞങ്ങളാരും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല, ബോധപൂർവമായി. ഞാൻ ബോധപൂർവം വളരെ വ്യക്തമായി പറയുകയാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ പലരും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചും ഒക്കെ വളരെ തൃപ്തികരമല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ ഈ സ്ഥാപനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സ്ഥാപനം ഒന്ന് പുതുക്കണം, കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യണം എന്ന് ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈ ബ്ലാക്ക് ബോർഡും ഈ ചോക്കും 2 കമ്പുകളിൽ വെച്ച് കെട്ടിയ 2 ട്യൂബും ആയി ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. മാത്രമല്ല, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു പുസ്തകമുണ്ട്. 1980 കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് ഞാൻ വരുമ്പോൾ അന്നത്തെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന പുസ്തകം എഴുതിയതാര്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ഇതൊരു സ്മോളാണ്, അത് ഞങ്ങളെ സംബന്ധിച്ച് ബ്യൂട്ടിഫുള്ളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് 2023 നടത്തിയിട്ടുള്ള PSCയുടെ എല്ലാ പരീക്ഷകളിൽ നിന്നും ഇംഗ്ലീഷിൻ്റെ ഭാഗം മാത്രം ചേർത്തുകൊണ്ട് ഞങ്ങൾ ഒരു കൈപ്പുസ്തകം ഇവിടെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം കൈപ്പുസ്തകം ഇറക്കുന്ന മട്ടിൽ നിൽക്കുകയാണ്. എല്ലാം റെഡിയായിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ക്ലാസ്സിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കിടക്കാം. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തിരുവനന്തപുരം ജില്ല LDC കഴിഞ്ഞു, കൊല്ലം ജില്ലയും കണ്ണൂരും LDC കഴിഞ്ഞു. ഇനി ബാക്കി ജില്ലകളിലുള്ള LDC പരീക്ഷ വരികയാണ്. ഈ LDC പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയി ലാസ്റ്റ് ഗ്രേഡിൽ ചേരും. ലാസ്റ്റ് ഗ്രേഡിൽ ചേർന്നാലുള്ള ഡിഗ്രി ഇല്ലാത്തവർ ലാസ്റ്റ് ഗ്രേഡിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷില്ല, അവിടെ മലയാളം വേണ്ട, സീരിയസ് ആയിട്ട് ഒന്നും പഠിക്കണ്ടല്ലോ. വലുതേത് ചെറുതേത്, നീളം കൂടിയതേത് നീളം കുറവേത്, ഇതൊക്കെ മാത്രം പഠിച്ചാൽ മതി ലാസ്റ്റ് ഗ്രേഡിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അത്രയും അസാധുവായി. ഇനി ഈ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ പഠിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോകും പലരും. അതുകൊണ്ട് നമ്മളെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതുന്നവർ ഇംഗ്ലീഷിൻ്റെ പഠനവും മലയാളത്തിൻ്റെ പഠനവും ലെവലേശം കുറയ്ക്കരുത്. കുറച്ചാൽ നിങ്ങൾ എന്നേക്കുമായി PSCയിൽ നിന്ന് ഔട്ടാവുകയാണ്. ഈ പഠനം സർക്കാർ ഓഫീസിൽ ഒപ്പിടുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ എഴുതി അറിയിക്കാം. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ ഇത് മോഡേണൈസ് ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പോൾ ക്യാമറ തന്നെ ആടി ഇരിക്കുകയാണ്. നമ്മുടെ ക്യാമറ 2020 അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് 2024 ഏകദേശം പകുതി ആയപ്പോഴത്തേക്ക് അത് ഏകദേശം ചക്രവാണി സാറിനെ പോലെ ആയി. ഏകദേശം തീരെ വയസ്സായി. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കാറായി നിൽക്കുകയാണ്. അപ്പോൾ സൂരജ് പറയണത് അതിന് അടിയന്തര ചികിത്സ കൊടുക്കണമെന്നാണ്.
അവരുടെ ക്യാമറയും കൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അന്വേഷിച്ച് പോയി അതിനെ ഒന്ന് നന്നാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളല്ലാത്ത യാതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ അല്ലാതെ ഒരു പ്രവർത്തനങ്ങളുമില്ല. നിങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കഷ്ടമാണ്. നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ സ്ഥാപനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വ്യക്തികൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു കഷ്ടമാണ്. യഥാർത്ഥത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരി, ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങൾ പറയും ചക്രപാണി സാർ കൂടുതൽ സമയം സംസാരിച്ചു എന്ന് പറയും. ശരി, വിഷയത്തിലേക്ക് കിടക്കാം. ഒരു ഗ്രാമർ ക്ലാസ് ഡിഗ്രി ലെവലിൽ എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അത് എടുക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ബേസുകൾ പറഞ്ഞു പോയേ പറ്റുള്ളൂ. 1. 2, ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഡിഗ്രി പരീക്ഷകൾക്ക്, വരാൻ പോകുന്ന മറ്റ് പരീക്ഷകൾക്കും ഈ ഇംഗ്ലീഷ് ആവശ്യമാണ്. ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പരീക്ഷയ്ക്ക് മാത്രമല്ല, മൊത്തത്തിൽ ജീവിതത്തിലും ആവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നൊന്ന്, ഇവിടെ ICDSൻ്റെ ഒരു ക്ലാസ് തുടങ്ങി, അത് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് താങ്ങാൻ പറ്റുന്നതിലധികം കുട്ടികൾ വന്നതിന് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. ശരി, നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് കിടക്കാം. ഗ്രാമർ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് GRAMMAR ആണ്. ഗ്രാമറിൽ ഈ എന്നൊരു അക്ഷരമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഒരു 15 വെർബും അതിൻ്റെ പാസ്റ്റ് ടെൻസും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും എഴുതിയാണ് ഈ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. അതാണ് ഇന്ന് അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് നടന്ന 2 പരീക്ഷകളിൽ ഈ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് അറിയാമെങ്കിലേ അതിന് ഉത്തരം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. അതിലൊന്ന്, ടാഗ് ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ വെർബ് ഏത് വരിയിലാണെന്ന് അറിഞ്ഞാലേ ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. ഇപ്പോൾ ശ്ലേ കൊല്ലുക, ശ്ലൂ കൊന്നു, ആ SLEW ശ്ലൂ കൊന്നു എന്നറിയാമെങ്കിലേ ഡിഡ് അധികം ശ്ലേ എന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മളെ ആക്ഷേപിക്കും, ചക്രപാണി സാർ ഇപ്പോഴും നഴ്സറി പഠിപ്പിക്കും പോലെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞേക്കാം. ആർക്ക് വേണോ എന്ത് വേണോ പറയാം, എന്ത് ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ നമുക്കൊരു 15 പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോക്കാം. എന്നിട്ട് അതിൽ ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച 2 കാര്യങ്ങൾ ഇതറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇന്ന് 15 പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി ഈ ക്ലാസ് തുടങ്ങുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ഇത് കണ്ടതിന് ശേഷം ഇതേപോലുള്ള ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ യു പ്ലീസ് സ്റ്റോപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ നിർത്തൂ എന്ന് മലയാളത്തിൽ എഴുതാം. ഓക്കെ, പ്ലീസ് കം. ആദ്യത്തെ ഒരു വാക്ക് എഴുതുകയാണ്. ആദ്യത്തെ വാക്ക് STRIKE, സ്ട്രൈക്ക്. ഈ സ്ട്രൈക്ക് ഇപ്പോൾ PSCക്ക് ചോദിച്ചൊരു വാക്കാണ്. പറയടോ, സ്ട്രൈക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചത്. സ്ട്രൈക്ക് എന്നൊരു വാക്കെഴുതി. സ്ട്രൈക്ക് എന്നൊരു വാക്കെഴുതിയിട്ട് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. സ്ട്രൈക്ക്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ട്രക്ക്, STRUCK, സ്ട്രക്ക്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ STRUCK, സ്ട്രക്ക്. ഇതിന് സ്ട്രിക്കൺ എന്നും പറയാം. STRICKEN, സ്ട്രിക്കൺ. സ്ട്രൈക്ക് പണിമുടക്കുക, അടിക്കുക എന്നൊക്കെ ഉണ്ട് സ്ട്രൈക്കിന്. നമ്മളെ സ്ട്രൈക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭയങ്കര സ്ട്രൈക്കായിരുന്നു. കഴിഞ്ഞ ദിവസം സ്ട്രൈക്കായിരുന്നു. അടിക്കുക എന്ന് അർത്ഥമുണ്ട് സ്ട്രൈക്ക്. സ്ട്രൈക്ക്, സ്ട്രക്ക്, സ്ട്രക്ക്. അപ്പോൾ ഈ സ്ട്രക്കാണ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇത് ആ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. ഇതാണ് PSC 1 മാർക്ക്. സ്ട്രൈക്ക് എന്നുള്ള വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാനാണ്. ഇത് പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ആദ്യത്തെ വരിയിൽ ഒരെണ്ണം കൂടിയുണ്ട്, STRIKES, സ്ട്രൈക്സ്. ഇവിടെ ഹി ആണെങ്കിൽ ഹി സ്ട്രൈക്സ്, ദേ സ്ട്രൈക്ക്. ഹി വരുമ്പോൾ എസ് വരും, അത് നമുക്ക് നേരത്തെ അറിയാം. ഈ സ്ട്രൈക്സ് എന്നുള്ള വാക്കൊണ്ടായിരിക്കുന്ന ഡസ് അധികം സ്ട്രൈക്കാണ്, വെറും സ്ട്രൈക്ക് ഡു അധികം സ്ട്രൈക്കാണ്. ഈ സ്ട്രക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഡിഡ് അധികം സ്ട്രൈക്കാണ്. സ്ട്രക്ക് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഡിഡ് അധികം സ്ട്രൈക്കാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം പഠിച്ചു. സ്ട്രൈക്ക് എന്ന വാക്കിൻ്റെ, സ്ട്രൈക്ക് വെർബാണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് നമുക്ക് എഴുതേണ്ടത്. സ്ട്രക്ക്, സ്ട്രക്ക്, സ്ട്രൈക്ക്, സ്ട്രക്ക്, സ്ട്രക്ക്, സ്ട്രിക്കൺ എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിളിന് പറയാം. അടുത്ത വാക്ക് രണ്ടാമത്തെ വാക്കാണ്. 15 എണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് LOSE, ലൂസ്. ഈ LOSE എന്ന് എഴുതിയിട്ട് ഇതിന് ഞാൻ മലയാളത്തിൽ കൂടെ എഴുതുകയാണ്. ലൂസ്. ഈ ലൂസ് എന്ന് തന്നെ പറയണം. ലൂസ്, നഷ്ടപ്പെടുക.
ലൂസിൻ്റെ പാസ്റ്റ് ടെൻസ് ലോസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലോസ്റ്റ്. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ലൂസ് നഷ്ടപ്പെടുക, ലോസ്റ്റ് നഷ്ടപ്പെട്ടു. അതിന് ഒരെണ്ണം കൂടെ ഉണ്ട്, ലൂസസ്, LOSES, ലൂസസ്. ലൂസ്, ലൂസസ് നഷ്ടപ്പെടുന്നു, ലോസ്റ്റ് നഷ്ടപ്പെട്ടു. ഈ ലോസ്റ്റ് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഡിഡ് അധികം ലൂസാണ്. LOSE, ഡിഡ് അധികം ലൂസാണ്. ഡിഡ് അധികം ലൂസാണ് ലോസ്റ്റായി മാറിയത്. അപ്പോൾ ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. എന്നാൽ വേറൊരു പ്രശ്നമുള്ളത്, കുട്ടികൾ LOSE അതിന് നിങ്ങൾ ലൂസ് എന്ന് ഉച്ചരിക്കുന്നു. എന്നാൽ LOSS ഉണ്ട്. LOSS അതിന് ലോസ് എന്നാണ് ഉച്ചരിക്കാനുള്ളത്. ലോസ്, ഇത് ലോസാണ്. LOSS ലോസ്, നഷ്ടം, നൗണാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭനഷ്ടം. LOSS ലോസ്, നഷ്ടം. ഈ വർഷം ഭയങ്കര ലോസായിരുന്നു. എന്നാൽ ഇനി വേറൊരു വാക്കുണ്ട്, LOOSE ലൂസ്, അയഞ്ഞ, വളരെ ലൂസായി. മനസ്സിലായി? ഈ ലൂസിൻ്റെ ഓപ്പോസിറ്റാണ് ടൈറ്റ്, TIGHT, ടൈറ്റ്. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ഐ ഹാവ് ലോസ്റ്റ് മൈ പെൻ, എനിക്ക് എൻ്റെ പേന നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ പെൻ. നോക്കിക്കോളൂ, എനിക്കെൻ്റെ പേന നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോസ്റ്റ് നഷ്ടപ്പെട്ടു, ലൂസ് നഷ്ടപ്പെടുന്നു, ലോസ് നഷ്ടപ്പെട്ടു. ഇത് വരാൻ പോകുന്ന ഒരു ഡിഗ്രി ലെവലിലുള്ള ക്ലാസ്സിൻ്റെ തുടക്കമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞാൽ ഉടൻ ഞാൻ ഡിഗ്രി ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് മാത്രം പോകാൻ പോവുകയാണ്. ഡിഗ്രി ലെവൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറെയും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും സഹായിക്കണ്ടേ. പിന്നെ എന്നെ സംബന്ധിച്ച് LDC തിരുവനന്തപുരത്ത് ജില്ലയിൽ പരീക്ഷ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും ഇംഗ്ലീഷ് തുടങ്ങി, മലയാളം തുടങ്ങി. ഇവിടുത്തെ പഠനം പ്രത്യേക ബാച്ചുകളില്ല. സർക്കാർ ജോലി കിട്ടുമ്പോൾ നിർത്തുന്നതാണ് ഇവിടുത്തെ ബാച്ചിൻ്റെ പ്രത്യേകത. ശരി, അടുത്ത വാക്ക് മൂന്നാമത്തെ വെർബിലേക്ക് പോവുകയാണ്. CHOOSE, ചൂസ്. ഇതെല്ലാത്തിനും ഇരണ്ടുണ്ടെന്നുള്ള മനസ്സിലാക്കിക്കോളണം. ചൂസ്, തിരഞ്ഞെടുക്കുക. ചൂസ് പാസ്റ്റ് ടെൻസ് CHOSE ചോസ്, ചോസൺ. CHOSEN ചോസൺ. ചൂസ് തിരഞ്ഞെടുക്കുക, ചോസ് തിരഞ്ഞെടുത്തു. ചോസ്, ഐ ചോസ്, ഞാൻ തിരഞ്ഞെടുത്തു. ഈ ചോസാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്, ടാഗ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വരി ചൂസാണോ ചോസാണോ? അപ്പോൾ ചോസാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്നത്. അതിൻ്റെത് ഡിഡ് അധികം ചൂസാണ്. അപ്പോൾ ഡിഡിൻ്റെ വരും, നോട്ടില്ലെങ്കിൽ. അപ്പോൾ ചൂസ് തിരഞ്ഞെടുക്കുക, ചോസ് തിരഞ്ഞെടുത്തു. ഇതിൻ്റെ നൗൺ ഫോമാണ് ചോയ്സ്, CHOICE, ചോയ്സ്, നൗൺ, തിരഞ്ഞെടുപ്പ്. ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ PSCക്ക് ചോദിച്ചതാണ്. ഈ മൂന്നാമത്തെ PSCക്ക് ചോദിച്ചു. ഇത് അല്പം നേരത്തെ PSCക്ക് ചോദിച്ചതാണ്. സ്ട്രൈക്ക്, സ്ട്രക്ക്, സ്ട്രക്ക്. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ചൂസ് തിരഞ്ഞെടുക്കുക, ചോസ് തിരഞ്ഞെടുത്തു, ചോസൺ. ഈ മൂന്നാമത്തെ വരിയുടെ കൂടെയാണ് ഹാസ്, ഹാവ്, ഹാഡ് ചേർക്കുന്നത്. ഹാസ് സ്ട്രക്ക്, അടിച്ചിട്ടുണ്ട്. ഹാസ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാസ് ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഹാസ്, ഹാവ്, ഹാഡ് ഈ മൂന്നാമത്തെ വരിയുടെ കൂടെ ചേർക്കും. അപ്പോൾ അത് പെർഫെക്റ്റ് ആവും. ഹാസ് ഹാവും ചേർത്താണ് എഴുതുന്നതെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആവും. ഇത് ഹാഡ് ചേർത്ത് മൂന്നാമത്തെ വരികയാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഹാഡ് റിട്ടൺ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ റോട്ട് ഞാൻ എഴുതി, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാഡ് റിട്ടൺ. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇനി നാലാമത്തെ വെർബിലേക്ക് പോവുകയാണ്. 15 വെർബാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആമുഖമായി പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞാലുടൻ അടുത്ത ക്ലാസ്സിൽ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു. ചൂസ്, ഇതാണ് PSCക്ക് ചോദിച്ചത്. ഇതാണ് PSCക്ക് ചോദിച്ചത്, PSC. അപ്പോൾ ഈ വരി അറിയാമെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം ഇതാണ്. നിങ്ങൾ പറയും ചക്രവാണി സാറ് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ചോസ് എന്നുള്ളത് അറിയാമെങ്കിലല്ലേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതിനകത്താണ് ഡിഡ് ഉള്ളത്, ഓസ് വയറൊക്കെ ഉള്ളത് 2ാമത്തെ വരിയിലാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഫോർസേക്ക്, FORSAKE, ഫോർസേക്ക്, ഉപേക്ഷിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോർസൂക്കാണ്. FORSOOK, ഫോർസൂക്ക്. പാസ്റ്റ് ടെൻസ് ഫോർസേക്കൺ, FORSAKEN, ഫോർസേക്കൺ. ഫോർസേക്ക് ഉപേക്ഷിക്കുക, ഫോർസൂക്ക് ഉപേക്ഷിച്ചു. അപ്പോൾ ഈ ഫോർസൂക്കാണ് കിടക്കുന്നതെങ്കിൽ അതിനകത്ത് ഡിഡ് ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാണ് കിടക്കുകയാണെങ്കിൽ ഇത് അറിഞ്ഞുകൂടെങ്കിൽ എഴുതാൻ പറ്റുമോ? നിങ്ങൾ പറയൂ.
ഫോർസേക്ക് ഉപേക്ഷിക്കുക, ഫോർസൂക്ക് ഉപേക്ഷിച്ചു. ഫോർസേക്കൺ മെർമാൻ, ഞാൻ പ്രീഡിഗ്രി പരീക്ഷയ്ക്ക് അന്ന് പഠിച്ചതാണ്. ദ ഫോർസേക്കൺ മെർമാൻ, മാത്യു അർണോൾഡിൻ്റെ ഒരു കവിതയായിരുന്നു ദ ഫോർസേക്കൺ മെർമാൻ. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഫോർസേക്ക് ഉപേക്ഷിക്കുക, ഫോർസൂക്ക് ഉപേക്ഷിച്ചു, ഫോർസേക്കൺ. അഞ്ചാമത്തേലേക്ക് വരികയാണ്. അഞ്ചാമത്തെ വെർബിലേക്ക് കിടക്കുകയാണ്. അഞ്ചാമത്തെ വെർബ് എന്ന് പറയുന്നത് SHAKE, ഷേക്ക്, കുലുക്കുക, ഷേക്ക്, കുലുക്കി. SHOOK, ഷൂക്ക്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഷേക്കൻ, SHAKEN, ഷേക്കൻ. ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം, ഒരു നാണക്കേടും വിചാരിക്കരുത്. MA PhD ആയാലും ശരി, നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടണം. അപ്പോൾ ഞാൻ 5 വെർബുകളാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. സ്ട്രൈക്ക്, സ്ട്രക്ക്, ലൂസ്, ലോസ്റ്റ്, ചൂസ്, തിരഞ്ഞെടുക്കുക, ചോസൺ, ഫോർസേക്ക്, ഫോർസേക്കൺ, ഷേക്ക്, കുലുക്കുക, ഷൂക്ക്, കുലുക്കി. അപ്പോൾ ഷൂക്കാണെങ്കിൽ ഡിഡ് അധികം ഷേക്കാണ്. രണ്ടാമത്തെ വരിക്കകത്ത് ഡിഡുണ്ട്. ഷേക്ക്, കുലുക്കുക, ഷൂക്ക്, കുലുക്കി. ഷൂക്ക് ഹിസ് ഹെഡ്, അവൻ്റെ തല കുലുക്കി. ഷേക്ക് ഹാൻഡ്, കൈപിടിച്ച് കുലുക്കുകയാണ് ഷേക്ക്. SHAKE കൂടെ ഉണ്ട്. ആദ്യത്തെ വരിക്ക് ഒരു വെർബിൻ്റെ ഒരു രൂപം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് എന്താ? ഇതുവരെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തുടങ്ങാനുള്ളതിൻ്റെ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് പ്രിപ്പറേഷൻ നടത്തുകയാണ്. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കും, അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ 5 എണ്ണമായി. ഇനി 6ാമത്തെ വെർബിലേക്ക് കിടക്കാൻ പോവുകയാണ്. വെർബ് പഠിച്ചേ പറ്റുള്ളൂ, ഒരു സംശയവും വേണ്ട. റൈറ്റ്, റോട്ട്, റിട്ടേൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിലറി വെർബ് 24 പഠിച്ചിട്ടുണ്ട്. അതിൽ വില്ലധികം നോട്ട് വോണ്ട് പഠിച്ചിട്ടുണ്ട്. ഷാലധികം നോട്ട് ഷാൻഡ് പഠിച്ചിട്ടുണ്ട്. ആമധികം നോട്ട് ആറിൻ്റെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് യൂസ്ഡ് ടു, അത് ഡിഡിൻ്റാണ്. യൂസ്ഡ് പ്ലസ് നോട്ട് ഡിഡിൻ്റാണ്. നമുക്കിനി 6ാമത്തെ വെർബിലേക്ക് കിടക്കാം. അപ്പോൾ വെർബ് മാത്രം പഠിക്കുന്ന ഒരു ക്ലാസ്. ഇതെന്താണ് സാർ ഇങ്ങനെ പഠിക്കുന്നത്? വെർബ് മാത്രം പഠിച്ചാൽ 2 മാർക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കും, 2 മാർക്ക് കിട്ടും. വേറെ വലിയ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കണ്ട. അടുത്തത് 6ാമത്തേതാണ്. 6ാമത്തേത് ശ്രിങ്ക്, SHRINK, ശ്രിങ്ക്, ചുരുങ്ങുക. ചുരുങ്ങുക എന്നുള്ളതാണ് ശ്രിങ്ക്. പാസ്റ്റൻസ് SHARINK, ശ്രാങ്ക്, SHRANK, ശ്രാങ്ക്. ഇത് എഴുതി തന്നെ പഠിക്കണം. ശ്രങ്ക്, SHRUNK, ശ്രങ്ക്. അല്ലെങ്കിൽ ശ്രങ്കൺ എന്നും പറയാം. SHRUNKEN, ശ്രങ്കൺ. SHRUNKEN, ശ്രങ്കൺ. സ്മോൾ, അതായത് സ്മോളർ ദാൻ ബിഫോർ, നേരത്തെക്കാളും ഉള്ളതിനേക്കാളും ചുരുങ്ങുക. ശ്രങ്കൺ, SHRUNKEN. അപ്പോൾ ശ്രിങ്ക് ചുരുങ്ങുക, ശ്രാങ്ക് ചുരുങ്ങി. ഇത് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിഡ് ഉണ്ടെന്നർത്ഥം. ആക്റ്റീവ് വോയ്സ് പാസീവ് വോയിസിലാണെങ്കിൽ ആ 2ാമത്തെ വരിക്കകത്താണ് വോസ് വയറുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ശ്രിങ്ക് ചുരുങ്ങുക, ശ്രാങ്ക് ചുരുങ്ങി. അടുത്തത് 7, ശ്ലേ, കൊല്ലുക. ഈ ഇടയ്ക്ക് ചോദിച്ചാണ്. PSC 1 മാർക്ക്. ഇവിടെ PSC എന്ന് എഴുതിയിട്ടേക്കുക. PSC അപ്പോൾ 3 മാർക്കായി PSCയുടേത്. ശ്ലേ, കൊല്ലുക. SLEW, ശ്ലൂ, കൊന്നു. ശ്ലൈൻ, SLAIN, ശ്ലൈൻ. ശ്ലേ, കൊല്ലുക, ശ്ലൂ, കൊന്നു. ശ്ലൂ, ഡിഡ് അധികം ശ്ലേ, ഡിഡ് അധികം ശ്ലേ. ശ്ലൂ, കൊന്നു. ശ്ലേ, കൊല്ലുക, ശ്ലൂ, കൊന്നു. അപ്പോൾ ഈ ശ്ലൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്ന് ഏത് വരിയെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഡിഡുണ്ടോ വോസുണ്ടോ വേറൊന്നൊക്കെ അറിയാൻ പറ്റൂ. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ 7. ഇനി 8ലേക്ക് പോവുകയാണ്. 8ാമത്തെ 15 എണ്ണമാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോണത്. അതിൽ 8ാമത്തേലേക്ക് പോവുകയാണ്. 8, ഹർട്ട്, വേദനിപ്പിക്കുക, മുറിവേൽപ്പിക്കുക. പാസ്റ്റൻസ് HURT എന്ന ഹർട്ട്, HURT, ഹർട്ട്. ഹർട്ടിൻ്റെ പാസ്റ്റൻസ് ഹർട്ട് തന്നെ. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, HURTS, ഹട്ട്സ്. പാസ്റ്റൻസ് ഹർട്ട് തന്നെ. ഇതിനകത്താണ് ഡിഡുള്ളത്. ഇതിനകത്ത് ഡിഡുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഈ ഹീയും HURT ആണെങ്കിൽ ഇത് പാസ്റ്റൻസ്. ഇതിൻ്റെ പ്രസൻറ്റൻസ് ഹി, HURTS, ഇത് പ്രസൻറ്റൻസ്, ഇത് പാസ്റ്റൻസ്. ഇത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കണം എൻ്റെ സുഹൃത്തുക്കൾ. ശരി, അങ്ങനെ ഹർട്ട് കഴിഞ്ഞു. 8 എണ്ണമായി. ഇനി നമുക്ക് 9ലേക്ക് പോവാം. 9ാമത്തെ വെർബ് എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. 9ാമത്തെ വെർബ് അറൈവ്.
ആ ARRIVE അറൈവ് പാസ്റ്റ് ടെൻസ്, ARRIVED അറൈവ്ഡ്, ARRIVED അറൈവ്ഡ്. അറൈവ് എത്തിച്ചേരുക, അറൈവ്ഡ് എത്തിച്ചേർന്നു. ഇത് ഡിഡ് അധികം അറൈവ്. അറൈവ് എന്നിട്ടുള്ള നൗൺ ഫോം സബ് ഇൻസ്പെക്ടർക്ക് 2004 ചോദിച്ചിട്ടുണ്ട്. അന്ന് 2004 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. എന്നിട്ട് ചക്രപാണി സാറിൻ്റെ അടുത്ത് ചോദിക്കുക, സാറെന്ന് പറഞ്ഞില്ലേ സബ് ഇൻസ്പെക്ടറിന് അറൈവ് എന്നുള്ളതിൻ്റെ നൗൺ ഫോം ചോദിച്ചു, അറൈവൽ ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് എഴുതണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് എഴുതണം. അത് കേൾക്കാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ കമൻറ്റ് എഴുതുമ്പോഴത്തേക്ക് സത്യസന്ധമായിരിക്കണം, സംശയം വേണ്ട. ശരി, അറൈവ് എന്നുള്ളൊരു നൗൺ ഫോം അറൈവലാണ്, ARRIVAL. അറൈവിൻ്റെ ഓപ്പോസിറ്റ് ഡിപ്പാർട്ടാണ്. അറൈവൽ, ഡിപ്പാർച്ചർ. അറൈവൽ, ഡിപ്പാർച്ചർ. ഡിപ്പാർച്ചർ 10ലേക്ക് പോവാം. 10ാമത്തത് ഷട്ട്, SHUT ഷട്ട്, അടയ്ക്കുക. പാസ്റ്റ് ടെൻസ് ഷട്ട് തന്നെ. ഷട്ട്, 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 ഷട്ട് അടയ്ക്കുക. ഷട്ട്, ഷട്ട്, ഷട്ട്. ശരി, നോക്കാം. ശ്രിങ്ക്, ശ്രാങ്ക്, ശ്രങ്ക്, ശ്ലേ, ശ്ലൂ, ശ്ലൈൻ, ഹർട്ട്, 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 അറൈവ്, അറൈവ്ഡ്, അറൈവ്ഡ്. ഷട്ട് അടയ്ക്കുക. ഷട്ട്, ഷട്ട്. അപ്പോൾ ഹീയും ഷട്ടും ആണെങ്കിൽ പാസ്റ്റ് ടെൻസ്. ഹീ ഷട്ട്സ്, SHUTS ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ്. ഇത് പാസ്റ്റ് ടെൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആദ്യം വേണം. ആ കഴിവുണ്ടോ? കഴിവുണ്ടാവണമല്ലോ, ശരിയല്ലേ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെ 10 എണ്ണമായി. നമുക്കിനി അടുത്ത 5 വെർബുകളും അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ പഠനം, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇത് ഇത്രയും പഠിച്ചു തീരുമ്പോൾ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പണ്ടത്തെ ഡെപ്യൂട്ടി കളക്ടർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ദെൻ BDO, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ വർക്കൗട്ട് ചെയ്യും തീർച്ചയാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. 15 പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു തന്ന് അതിൻ്റെ വിശദീകരണവും തന്നിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ശരി, അടുത്തത് 11ാമത്തത് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈ. എത്ര പ്രാവശ്യമാണ് ഞാൻ ഇത് പറഞ്ഞത്? കള്ളം പറയുക. കള്ളമെന്ന് എഴുതിയിട്ടുണ്ട്, ലൈ. പാസ്റ്റ് ടെൻസ് LIED ലൈഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ LIED ലൈഡ്. ലൈ കള്ളം പറയുക, ലൈഡ് കള്ളം പറഞ്ഞു. ലൈഡ് ഇതിൻ്റെ ING രൂപമാണ്. അതായത് LIE + ING സമം LYING. LYING ഇതുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. LYING. ലൈഡ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഈ ലൈ എന്നുള്ളതിൻ്റെ, ഇത് 11, ലൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ലൈഡ്. ഹി ലൈഡ് സെവറൽ ടൈംസ്. അവൻ പല പ്രാവശ്യം കള്ളം പറഞ്ഞു. ലൈഡ് ഇതിനകത്താണ് ഡിഡ് അധികം ലൈ. ഇത് ലൈഡിൻ്റെ കൂടെ ഹാസ് ലൈഡ് കള്ളം പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹാവ് ലൈഡ് കള്ളം പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹാർഡ് ലൈഡ് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് പെർഫെക്റ്റ്. ലൈ കള്ളം പറയുക, ലൈഡ് കള്ളം പറഞ്ഞു. അടുത്തതിലേക്ക് വരികയാണ്. അടുത്ത 12ാമത്തത്, അത് വീണ്ടും ലൈ തന്നെ. ഈ ലൈയുടേത് കിടക്കുക. കിടക്കുക അതിൻ്റെ പാസ്റ്റ് ടെൻസ് ലേ, കിടന്നു. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയിൻ. ഈ ലെയിൻ ഡെപ്യൂട്ടി കളക്ടർക്ക് ചോദിച്ചതാണ്. ഡെപ്യൂട്ടി കളക്ടർ എക്സാമിനേഷന് ചോദിച്ചതാണ് ലെയിൻ. അതായത് ലൈ, കിടക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ലെയിനുണ്ട്, ലൈഡുണ്ട്, ലെയ്ഡുണ്ട്. ലൈ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയിൻ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹീ ലേ, അയാൾ കിടന്നു. ഹീ ലേ അണ്ടർ എ ട്രീ, അയാൾ ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ കിടന്നു. ലേ കിടന്നു. ഡിഡ് അധികം ലൈ ആണ്, ലേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അതുപോലെ തന്നെയാണ് ഈ LIE ലൈ കിടക്കുക. അതെ, LIE ലൈ കിടക്കുക + ING സമം LYING ആണ്, ലൈ. അതിൻ്റെ ജറണ്ട് രൂപമാണ്. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് 13 എല്ലേ പോയി ലേ. ലേ ഇടുക. ലേ അല്ലെങ്കിൽ ലെയ്സ്, 2 വാക്കുണ്ട് ഇതിനകത്ത്. ലേ അല്ലെങ്കിൽ ലെയ്സ്, ഇടുക അല്ലെങ്കിൽ ഇടുന്നു. പാസ്റ്റ് ടെൻസ് LAID ലൈഡ്, LAID ലൈഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈഡ് ഇട്ടു.
ലേ ഇടുന്നു, ലെയ്ഡ് ഇട്ടു. ലെയ്ഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. ലെയ്ഡ് എഗ് മുട്ട ഇട്ടു. ലേ എഗ് മുട്ട ഇടുന്നു. ദിസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ്, കണ്ട ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ്, ഈ കല്ല് കുത്തി വെച്ചിട്ടുണ്ട്, ലെയ്ഡ് ഇട്ടു. LAID ലെയ്ഡ് ഇട്ടു. അടുത്തതിലേക്ക് വരികയാണ്. 13, 14 TEACH ടീച്ച് പഠിപ്പിക്കുന്നു. പാസ്റ്റ് ടെൻസ് പണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ്. TAUGHT ടോട്ട്സ് പഠിപ്പിച്ചു. ടോട്ട്സ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടീച്ച് ടോട്ട്സ് പഠിപ്പിക്കുന്ന ആൾ ടീച്ചർ. ടീച്ചിങ് നൗൺ ഫോം. അടുത്ത 15ാമത്തെ വെർബിലേക്ക് കടക്കുകയാണ്. CATCH ക്യാച്ച് പിടിക്കുക. പാസ്റ്റ് ടെൻസ് CAUGHT കോട്ട്സ് പിടിച്ചു. CAUGHT കോട്ട് പിടിച്ചു. ക്യാച്ച് പിടിക്കുന്നു, കോട്ട് പിടിച്ചു. അപ്പോൾ ലൈ കള്ളം പറയുന്നു, ലൈഡ്. ലൈ കള്ളം പറയുന്നു, ലൈഡ് കള്ളം പറഞ്ഞു. ലൈ കിടക്കുന്നു, ലേ കിടന്നു. ലേ ഇടുന്നു, ലെയ്ഡ് ഇട്ടു. ടീച്ച് പഠിപ്പിക്കുന്നു, ടോട്ട് പഠിപ്പിച്ചു. ക്യാച്ച് പിടിക്കുന്നു, കോട്ട്സ് പിടിച്ചു. ഇത്രയുമാണ് 15 നമ്മൾ പഠിച്ചത്. ഇനി ഈ പഠിച്ചതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഇതൊരു നോട്ട്ബുക്ക് എടുത്ത് ഇത് എഴുതി വീണ്ടും ശീലിക്കുക. കൊച്ചു കുട്ടികളെ ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ചോക്ക് വീണ് കണ്ണിലും മൂക്കിലും ഒക്കെ വീണ് ആകെ ജീവിതം പ്രശ്നമാണ്. 50 വർഷം ചോക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. 50 വർഷം ചോക്ക് ഉപയോഗിച്ചാണ് ഞാൻ മുന്നോട്ട് ജീവിച്ചു പോയത്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നോക്കൂ, ഇവിടുത്തെ പ്രശ്നം ഇങ്ങോട്ട് നോക്കൂ. ഈ വാക്യം ശരിയാണോ തെറ്റാണോ? സൂരജ് ഇവിടെ നോക്കൂ. ഐ ഹാവ് ചോസ് എ ബുക്ക്. ഈ വാക്യം ശരിയാണോ തെറ്റാണോ? ഐ ഹാവ് ചോസ് എ ബുക്ക്. ഈ സൂരജ് പറഞ്ഞ ഈ വാക്യം തെറ്റെന്നാണ്. അപ്പോൾ ഐ ഹാവ് ചൂസ് അല്ല, ചോസൺ. ഐ ഹാവ് ചോസൺ. ഐ ഹാവ് റോട്ട് തെറ്റ്. ഐ ഹാവ് റിട്ടൺ. ഈസ് ഇറ്റ് ക്ലിയർ? ഐ ഹാവ് സാ തെറ്റ്. ഐ ഹാവ് സീൻ. അപ്പോൾ ഐ ഹാവ് ചോസൺ എ ബുക്ക്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചു വരണം, പറഞ്ഞുതരാം. ദേ ഹാവ് ബ്രോക്ക് ദ വിൻഡോ. സൂരജ് തെറ്റുണ്ടെങ്കിൽ തിരുത്തു. ദേ ഹാവ് ബ്രോക്കൺ പറഞ്ഞുകൂടാ. ദേ ഹാവ് ബ്രോക്കൺ, ഇത് തെറ്റ്. ബ്രോക്കൺ. ദേ ഹാവ് ബ്രോക്കൺ. ഹാവ് ബ്രോക്കൺ, ഹാസ് ബ്രോക്കൺ, ഹാഡ് ബ്രോക്കൺ, വിൽ ഹാവ് ബ്രോക്കൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ 15 ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാർക്ക് നേടാവുന്നിടത്താണ് ക്വസ്റ്റ്യൻ. എല്ലാവരും വിഷയത്തിലേക്ക് വരിക. സൂരജ്, ദെൻ ഹി ഹർട്ട് ഹിസ് ലെഗ്. അവനവൻ്റെ കാല് പിന്നീട് മുറിഞ്ഞു. അവൻ കാല് മുറിഞ്ഞു എന്നർത്ഥം. പറയൂ. ഈ ഹർട്ട് ഹിസ് ലെഗ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ബാക്കി ഞാൻ പറയുന്നില്ല, ക്വസ്റ്റ്യൻ്റെ ആകെ എഴുതാനാണ്. ഹി ഹർട്ട് ഹിസ് ലെഗ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഇവിടുത്തെ ഈ ഹർട്ട് രണ്ടാമത്തെ വരിയാണ്. ഹർട്ട് രണ്ടാമത്തെ വരിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം സൂരജ് പറഞ്ഞ ശരിയാണ്. ഡിഡിൻറ്റ് ഹി ആണ് ഉത്തരം. ഡിഡിൻറ്റ് ഹി. ഹർട്ട് കണ്ട, അതൊക്കെ മനസ്സിലായി. ഹർട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഹി HURTS എന്നൂടെ വരുമായിരുന്നല്ലോ. ഹി ഗോ എന്ന് ഇംഗ്ലീഷ് പറയില്ല, ഹി ഗോസ് എന്നേ പറയുള്ളൂ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഹി ഹർട്ട് ഹിസ് ലെഗ്. ഹി ഹർട്ട് ഹിസ് ലെഗ് ഇൻ ആൻ ആക്സിഡൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എന്നിരിക്കട്ടെ. ഇൻ ആൻ ആക്സിഡൻറ്റ്. ഇൻ ആൻ ആക്സിഡൻറ്റ് ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഹിസ് ലെഗ് കൊണ്ട് വാക്യം തുടങ്ങണം. പാസീവ് വോയിസിലേക്ക് മാറ്റണം. സൂരജ് പറയൂ. ഹിസ് ലെഗ് രണ്ടാമത്തെ വരിയായതിലൂടെ ഇതിനകത്ത് വോസ് വേറും. അപ്പോൾ ഹിസ് ലെഗ് വാസ് ഹർട്ട് ഇൻ ആൻ ആക്സിഡൻറ്റ്. കണ്ട, ഈ വോസ് എവിടെ നിന്ന് കിട്ടി? ഇത് രണ്ടാമത്തെ വരിയാണെന്ന് മനസ്സിലാക്കിയാലേ കിട്ടുള്ളൂ. റൈറ്റ് റോട്ട് റിട്ടൺ. റൈറ്റിന് ഈസ് ആറാം, റോട്ടിന് വോസ് വെയർ. അതുപോലെ ഹർട്ട് രണ്ടാമത്തെ വരിയായപ്പോൾ വോസ് വെയർ. അവിടെ മനസ്സിലായോ? ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായോ?
നിസ്സാരമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ പ്രശ്നം വളരെ വലുതാണ്. ഇതേപോലെ ഉള്ള വേറൊരെണ്ണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കൂ, എല്ലാവരും ബോർഡിലേക്ക് വരൂ, ബോർഡിലേക്ക് വരൂ. സൂരജ് നോക്കൂ. ഹി ഏറ്റ് ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ കൊണ്ട് വാക്യം തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഈറ്റൺ ഏറ്റ് എത്രാമത്തെ വരി? രണ്ടാമത്തെ വരിയാണെങ്കിൽ ഏതൊക്കെയുണ്ട്? ഓസ്, വെയർ ഉണ്ട്. അപ്പോൾ ഹി ഏറ്റ് ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ ഹിം. ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ ഹിം. ഹി ഏറ്റ് ആപ്പിൾസ് എന്നായിരുന്നെങ്കിലോ? ആപ്പിൾസ് വേർ ഈറ്റൺ ബൈ ഹിം. ആപ്പിൾസ് വേർ ഈറ്റൺ ബൈ ഹിം. നിസ്സാരമായിട്ട് ആരും ഇത് തള്ളിക്കളയരുത്, ഇത് പ്രധാനപ്പെട്ടതാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കണം. ഏറ്റ് രണ്ടാമത്തെ വരി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈറ്റ് ഏറ്റെന്ന് എഴുതിക്കൊള്ളണം. അടുത്തത് ഹി സ്ലൂ എ ഡോഗ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആകെ എഴുതാം. അപ്പോൾ സ്ലൂ രണ്ടാമത്തെ വരിയാണ്, സ്ലൂ. അതുകൊണ്ട് ഡിഡിൻറ്റ് ഹി ആണ് ഉത്തരം. ഡിഡിൻറ്റ് ഹി. അപ്പോൾ ഈ സ്ലൂ രണ്ടാമത്തെ, ഇത് ഇങ്ങനെ എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. SLEW സ്ലൂ എന്ന് എഴുതാൻ അറിയാമെങ്കിലല്ലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ ഏതാണെന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് നോക്കൂ. ഹി ഡാഷ് എ ലെറ്റർ. ഹി വന്നതുകൊണ്ട് ഇത് രണ്ടാമത്തെ വരിയാണ്. കണ്ടേ, READ റീഡ്, READ റെഡ്. അപ്പോൾ ഇത് റെഡാണ്. ഹി റെഡ് എ ലെറ്റർ. അവനൊരു എഴുത്ത് വായിച്ചു. ടാഗ് ക്വസ്റ്റ്യൻ ഡിഡിൻറ്റ് ഹി ആണ്. ഡിഡിൻറ്റ് ഹി. ഇനി എ ലെറ്റർ കൊണ്ട് പാസീവ് വോയിസ് ആണെങ്കിലോ? എ ലെറ്ററിനെ ഹീയുടെ അടുത്ത് കൊണ്ടുവന്നു. എ ലെറ്റർ പറയൂ സൂരജ്. എ ലെറ്റർ വാസ് റെഡ് ബൈ ഹിം. എ ലെറ്റർ വാസ് റെഡ് ബൈ ഹിം. വാസ് റെഡ്. നിങ്ങൾക്ക് എൻ്റെ സെൻസ് പിടി കിട്ടിയോ? ഈ വാസ് കണ്ടുപിടിച്ചാൽ ഉത്തരം അപ്പം കിട്ടും. വാസ് വെർബിൻ്റെ മൂന്നാമത്തെ വരി കൊണ്ട് വന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. PSC പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ. ഹി ചോസ് ദ റെഡ് കാർഡ്. അപ്പോൾ ഈ ഇത്രയാണെങ്കിൽ നിങ്ങൾ പരീക്ഷാ ഹാളിലിരുന്ന് ഇങ്ങനെ എഴുതി നോക്കണം. CHOOS ചൂസ്, CHOS ചോസ്. എത്രാമത്തെ വരി? രണ്ടാമത്തെ വരിക്കകത്ത് എന്തുണ്ട്? ഡിഡും വോസും വേറും. ക്വസ്റ്റ്യൻ ആവുകയാണെങ്കിൽ ഡിഡ്, പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും വരണമെങ്കിൽ വോസ്. ഹി ചോസ് ദ റെഡ് കാർഡ്. ക്വസ്റ്റ്യൻ ആകുകയാണെങ്കിൽ ഡിഡിൻറ്റ് ഹി. അടുത്തത് ഇവിടെ നോക്കി, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഹി ഷോട്ട് എ ബേർഡ്. ഹി ഷോട്ട് എ ബേർഡ്. അവൻ ഒരു പക്ഷിയെ വെടിവെച്ചു. നോക്കൂ, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് ഏത് വരിയെന്ന് കണ്ടുപിടിക്കണം. ഇത് വരിയെന്ന് പറയുന്നത് ഷൂട്ട്, SHOOT ഷൂട്ട്. അതിൻ്റെ രണ്ടാമത്തെ വരിയാണ് ഷോട്ട്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അതിനകത്ത് ഡിഡ് ഉണ്ട്. പാസീവ് വോയിസിലും ആക്റ്റീവ് വോയിസിലും ആണെങ്കിൽ ഇതിനകത്ത് വോസും വെയറും ഉണ്ട്. അപ്പോൾ ഹി ഷോട്ട് എ ബേർഡ്. അവനൊരു പക്ഷിയെ വെടിവെച്ചു. ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഡിൻറ്റ് ഹി. ശരി. ഇനി എ ബേർഡിനെ ആദ്യം കൊണ്ടുവന്നു. ഒരു പക്ഷി അവനാൽ വെടിവെക്കപ്പെട്ടു. എ ബേർഡ് പറയൂ സൂരജ്. ഷോട്ടിന് എത്രാമത്തെ വരി? വാസ്. മൂന്നാമത്തെ വരി എന്ത് തന്നെയാണ്? ഷോട്ട്. അപ്പോൾ എ ബേർഡ് വാസ് ഷോട്ട് ബൈ ഹിം. ഓർമ്മിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. സൂരജ് കറക്റ്റ് മനസ്സിലായോ? അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാസ് ഷോട്ട് വന്നപ്പോൾ പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലായി. വാസ് റിട്ടൺ. ഈ പാസീവ് വോയിസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാനുള്ളത് ഈസ് റിട്ടൺ പാസീവ് വോയിസ് ആണ്. റൈറ്റ്സ് ആക്റ്റീവ് വോയിസ് ആണ്. അത് വാസ് റിട്ടൺ അത്
പാസീവ് വോയിസ് ആണ്, ആക്റ്റീവ് വോയിസ് റോട്ടാണ്. ഈസ് ബീയിങ് റിട്ടൺ അത് പാസീവ് വോയിസ് ആണ്, അതിൻ്റെ ആക്റ്റീവ് വോയിസ് ഈസ് റൈറ്റിംഗ്. ഹാസ് ബീൻ റിട്ടൺ അത് പാസീവ് വോയിസ് ആണ്, അതിൻ്റെ ആക്റ്റീവ് വോയിസ് ഹാസ് റിട്ടൺ ആണ്. പെർഫെക്റ്റിൻ്റെ കൂടെ ബീൻ ചേർക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസിൻ്റെ കൂടെ ബീൻ ചേർക്കണം. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ സവിസ്തരമായി നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ്. ഇത്രയും പഠിച്ചാലുള്ള നേട്ടമെന്ന് പറയുന്നത്, ഒന്ന്, ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. 2, ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഏത് വരിയിലുള്ള വെർബാണിത്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഓസം വേറും വരും, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഈ സാറാൻ വരും. ഒരെണ്ണം കൂടി ഞാൻ അത് എഴുതി കാണിച്ച് തരാം. ഇങ്ങോട്ട് നോക്കിക്കോളൂ എല്ലാവരും ബോർഡിലേക്ക് വരും. സൂരജ് പറയും, they have paint the wall. ആദ്യം ഈ വാക്യം ശരിയാണോ സൂരജ്? കണ്ട, സൂരജ് പറഞ്ഞത് തെറ്റാണ്. പെയിന്റ് വരില്ല. they have painted. കണ്ട, അപ്പോൾ അത് ഒരു PAINTED. they have painted the wall. they have painted the wall. എന്നിട്ട് ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ have into they. ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ have into they. എന്നാൽ they have painted the wall ന്റെ പാസീവ് വോയിസ് വരാം. have painted പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിൻ്റെ കൂടെ എന്ത് വരും സൂരജ്? ബീൻ വരും. അപ്പോൾ have paintedന്റെ പാസീവ് വോയിസ് have been painted. ഇത് ഇത്രയും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി നോക്കും. ഏത് വരിയിൽ ഇതുണ്ടെന്ന് നോക്കും. ഒന്നുകിൽ have been painted ആയിരിക്കും, അല്ലെങ്കിൽ has been painted ആയിരിക്കും. ഇനി നമുക്ക് ദ വാളിന് ആദ്യം കൊണ്ടുവരാം. ദ വാൾ എത്ര എണ്ണം? ഒരെണ്ണം. അതുകൊണ്ട് ദ വാൾ ഹാസ് ബീൻ പെയിൻറ്റഡ് ബൈ ദം. പെയിൻറ്റഡ് ബൈ ദം. മനസ്സിലായല്ലോ? പെയിൻറ്റഡ് ബൈ ദം. പെയിൻറ്റഡ് ബൈ ദം. ഇനി ദേ ഹാവ് പെയിൻറ്റഡ് ദ വാൾസ് ആണെങ്കിലോ സൂരജേ? വാൾസ് ആണെങ്കിൽ ദ വാൾസ് ഹാവ് ബീൻ പെയിൻറ്റഡ് ബൈ ദം. ഹാവ് ബീൻ പെയിൻറ്റഡ് ബൈ ദം. പിടികിട്ടിയാണ്? പെയിൻറ്റഡ് ബൈ ദം. അപ്പോൾ പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ബീൻ ചേർക്കണം. കണ്ടിന്യൂസ് ആണെങ്കിൽ ബീൻ ചേർക്കണം. They are painting the wall. The wall is being painted by them. They have painted the wall. The wall has been painted by them. They have painted the walls. The walls have been painted by them. എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കണം. വെർബ് ഏത് വരിയിലാണെന്ന് കണ്ടുപിടിക്കുക ആദ്യം. വെർബ് ആദ്യത്തെ വരിയിലാണെങ്കിൽ ഈ സാറാം. റൈറ്റ്സ് ആണെങ്കിൽ ഈ സാറാം. അതാണ്ട് രാമ writes letters. Letters are written by Rama. Rama writes a letter. A letter is written by Rama. Rama wrote a letter. Wrote രണ്ടാമത് ഒരു was where. A letter was written by Rama. Rama has written a letter. Has written and been. A letter has been written by Rama. ഈ വക കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇതൊരു ക്ലാസ്സായി കൂട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിനി എടുക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ ആമുഖമായി ഇതിനെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ്സിൽ ആദ്യം വെർബ് പഠിച്ചേ പറ്റൂ. ഏത് വരിയിലാണ് ഈ വെർബ് കിടക്കുന്നത്? ഈ വെർബിൻ്റെ അർത്ഥം എന്താണ്? എത്ര വെർബ് നിങ്ങൾക്കറിയാം? അതാദ്യം പഠിക്കണം. പിന്നെ വെർബുകളെ പിരിക്കാൻ പഠിക്കണം. പ്ലേ, ഡു അധികം പ്ലേ, പ്ലേസ് ഡസ് അധികം പ്ലേ, പ്ലേഡ് ഡിഡ് അധികം പ്ലേ. പിന്നീട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെ, വിൽ ഗോ എന്നേ പറയുള്ളൂ, വിൽ വെൻ്റ് എന്ന് പറയില്ല. വുഡ് പ്ലേഡ് എന്ന് പറയില്ല, വുഡ് പ്ലേ എന്നേ പറയുള്ളൂ. ഈ വക കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. ഇത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഹേ മനുഷ്യ നിർത്തൂ എന്ന് പറയണം. തീർച്ചയായിട്ടും ഇതൊക്കെ നിർത്താനുള്ള കാലം കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ സംശയം വേണ്ട. എന്തോ എല്ലാം നിർത്തണോ നിർത്തണ്ടയോ ഒക്കെ പ്രശ്നങ്ങളാണ്. ഏതായാലും കുറേ കാലം കൂടി ഈ ക്ലാസ്സുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. അഭിപ്രായങ്ങൾ എഴുതി ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് 31-ാം തീയതി ഞങ്ങളുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള കളക്ഷന് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 25 വർഷം പൂർത്തീകരിക്കുന്ന അടുത്ത വർഷം മാർച്ചിൽ
നിങ്ങളുടെ എല്ലാം സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നെഗറ്റീവ് എഴുതരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, ഉത്തരങ്ങൾ തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനി 6 മാസത്തേക്ക് മേജർ പരീക്ഷയില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഒട്ടും പുറകോട്ട് പോകരുത്. വെറും ലാസ്റ്റ് ഗ്രേഡ് പഠിച്ച് ജീവിതം പാഴിക്കളയരുത്. ഇംഗ്ലീഷ് മടക്കി വയ്ക്കരുത്, മലയാളം മടക്കി വയ്ക്കരുത്. മടക്കി വെച്ചാൽ അതിന് നിവർന്നു വരാൻ വലിയ പാടായിരിക്കും. ഈ സ്ഥാപനങ്ങളെല്ലാം, പല സ്ഥാപനങ്ങളും ലാസ്റ്റ് ഗ്രേഡ് ബാച്ച് തുടങ്ങി അങ്ങനെ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതെല്ലാം അവിടെ തീരുകയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നന്നായി പഠിക്കണം, നന്നായിട്ട് പഠിച്ചൊരു ജോലി എത്രയും പെട്ടെന്ന് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.